AI അസിസ്റ്റഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഇന്ത്യക്ക് പുറത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത ആശയത്തിൽ നിർമ്മിച്ച ഒരു സോഫ്റ്റ്വെയറാണ്. KSRTCയെ കുറിച്ചുള്ളൊരു പരാതി വരിയായിട്ട് വണ്ടി പോകുന്നു, ഇവരെന്തിനാണ് നഷ്ടത്തിൽ ഇങ്ങനെ ഓടുന്നത്, ആളില്ലാത്ത സമയത്ത് എന്തിനു വണ്ടി ഓടിക്കുന്നു എന്നൊക്കെ സ്വാഭാവികമായി ജനങ്ങളുടെ ഒരു ചോദ്യമാണ്. ആ ചോദ്യങ്ങൾക്ക് അവസാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത്. ഈ സോഫ്റ്റ്വെയർ പൂർണ്ണതോതിൽ നിലവിൽ വരുമ്പോൾ KSRTCയുടെ നഷ്ടം ഷെഡ്യൂളിങ്ങിൽ ഈ ഒരു ഡെഡ് മൈലേജ് ഓടുന്നതിൽ തന്നെ ഏതാണ്ട് 45% വരെ ഒരു ദിവസം നഷ്ടം കുറയും. ഒരു ദിവസം നഷ്ടം 45% കുറയാന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് ഉണ്ടാകുന്നത്. വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിലേക്ക് KSRTCയും ചുവടുവെക്കുകയാണ്. KSRTCയുടെ ചീഫ് ഓഫീസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. KSRTCയുടെ ഷെഡ്യൂളൊക്കെ നേരത്തെ തയ്യാറാക്കിയിരുന്നതും അതേപോലെ ബസ്സിൻ്റെ പാറ്റേണും മറ്റുമൊക്കെ നിശ്ചയിച്ചിരുന്നതും കൺട്രോൾ റൂമിൽ നിന്നായിരുന്നു. ആ കൺട്രോൾ റൂമിൽ 10 മുതൽ 20 സ്റ്റാഫൊക്കെ ഒരേ സമയം വർക്ക് ചെയ്ത് അങ്ങനെയുള്ളൊരു സംവിധാനം. പക്ഷേ അതെല്ലാം മാറി KSRTCയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ ICC തുടങ്ങിയത്. AI സഹായത്തോടു കൂടിയാണ് ഇനി KSRTCയിൽ ഷെഡ്യൂളും മറ്റുമൊക്കെ തയ്യാറാക്കുന്നത്. എന്താണ് ഈ ICC എന്ന് നമുക്കിതിനകത്ത് കയറി പരിശോധിക്കാം. അകത്തേക്ക് കയറുമ്പോൾ ഈ കാണുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ അഥവാ ICC. ഇവിടെ 8 പേർക്ക് ഒരേ സമയം ജോലി ചെയ്യാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ കാണുന്ന ഈ സ്ക്രീനിലാണ് ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത്. അതായത് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഷെഡ്യൂളിങ്ങും മറ്റുമൊക്കെ നടക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ചലോ ആപ്പ് KSRTCയിൽ കൊണ്ടുവന്നതാണ്. ഈ നമ്മൾ ട്രെയിനിൻ്റെ സമയവും ട്രെയിൻ എവിടെ എത്തി എന്നുമൊക്കെ മനസ്സിലാക്കുന്നത് പോലെയായിരുന്നു KSRTC ബസ്സുകളുടെ സമയവും ബസ് കൃത്യമായിട്ട് എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ചലോ ആപ്പ് കൊണ്ടുവന്നു. അപ്പോൾ ആ ചലോ ആപ്പിൻ്റെ സഹായത്തോടു കൂടിയും അതിനോടൊപ്പം അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI കൂടി മെർജ് ചെയ്തുകൊണ്ടുള്ള പുതിയ സംവിധാനമാണ് ഇപ്പോൾ KSRTCയിൽ കൊണ്ടുവന്നപ്പോൾ KSRTC CMD പ്രമോദ് ശങ്കർ തന്നെ മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ AI വഴി നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഈ ലോസ് കുറയ്ക്കാനായിട്ട് കിട്ടുന്ന ഒന്ന് ബെഞ്ചിങ് ബസ്സുകളുടെ ഒരു അറ്റ് എ ടൈമിൽ ഒരേ ക്ലാസ്സിലുള്ള ബസ്സുകൾ ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ കൂടുതൽ അസംബിൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഒഴിവാക്കും. കുറേ ബസ്സുകൾ ചെയിൻ പോലെ ഇങ്ങനെ പോകാതെ അതെങ്ങനെ ഫലപ്രദമായിട്ട് കൊണ്ടുപോകാന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു ശ്രേണിയിൽപ്പെട്ട ബസ്സുകൾ, ഓർഡിനറി ബസ്, അതേപോലെ സൂപ്പർ ഫാസ്റ്റ്, അതേപോലെ ഒരു ശ്രേണിയിൽപ്പെട്ട ബസ്സുകൾ ഒരു സ്ഥലത്ത് തന്നെ കൂടി നിൽക്കുന്ന ഒരവസ്ഥ ഓപ്പറേഷൻ്റെ സമയത്ത്, അതിനെയാണ് ആ ഒരു പർട്ടിക്കുലർ ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒഴിവാക്കിയാൽ തന്നെ വളരെയധികം നഷ്ടം നമുക്ക് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ റൂട്ടുകളുടെ ഡീവിയേഷനൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം നമുക്കിതുവഴി കണ്ടെത്താം. എന്തുകൊണ്ടാണ് റൂട്ട് ഡീവിയേഷൻ സംഭവിച്ചത്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ റൂട്ടിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്ന ദിവസങ്ങൾ, കാരണം പല റോഡ് കൺസ്ട്രക്ഷൻ ആവാം, പല നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടുകൂടിയാവാം. അതിൻ്റെ ഒരു കറക്റ്റീവ് സ്റ്റെപ്പുകൾ എടുക്കുക. അതേപോലെ പിന്നെ പലതരം വാർണിങ്സ് വരിക, അത് അലേർട്ട്സ് നമുക്ക് തരും. ഓവർ സ്പീഡായിട്ട് പോകുന്നു, അല്ലെങ്കിൽ സമയത്ത് എത്തുന്നില്ല, പങ്ക്ച്വാലിറ്റി, അതാണ് മറ്റൊരു പ്രധാന കാര്യം. അറൈവലിൻ്റെ സമയക്രമം കൃത്യമായി നമുക്കറിയാൻ കഴിയും, അല്ലെങ്കിൽ ഡിപ്പാച്ചറിൻ്റെ ലേറ്റായിട്ട് പോകുന്നത്, അതെല്ലാം നമുക്കറിയാൻ കഴിയും എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കൺട്രോൾ റൂമിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അതിൻ്റെ സാങ്കേതിക വശം കൈകാര്യം ചെയ്യുന്നവർ തന്നെ പറയും. ചലോ ആപ്പിൻ്റെ പ്രതിനിധി അർജുൻ മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, എങ്ങനെയാണ് നമുക്ക് ഈ ചലോ ആപ്പ് ഈ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററുമായിട്ട് മെർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? നമുക്ക് റിയൽ ടൈമിൽ ബസ്സുകളുടെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു പെർട്ടിക്കുലർ ബസ് നമുക്ക് ട്രാക്ക് ചെയ്യണം, ഇപ്പോൾ എവിടെ എത്തി, ഇപ്പോൾ ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ്, നിലവിൽ എവിടെ എത്തി എന്നുള്ളത് നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അത് എവിടെ എത്തി, അതിനകത്ത് എത്ര പാസഞ്ചേഴ്സ് ഉണ്ട്, എത്ര സ്പീഡിലാണ് അത് പോകുന്നത്, ഈ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മാക്സിമം എഫിഷ്യൻസിയിൽ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഉള്ള റിസോഴ്സുകൾ വെച്ചുകൊണ്ട് തന്നെ മാക്സിമം എഫിഷ്യൻസിയിൽ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് മാക്സിമം റൈഡർഷിപ്പും മാക്സിമം റവന്യൂവും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ KSRTCയിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം കൊണ്ടുവന്ന ഡൽഹി ബേസ്ഡ് ടീമാണ്. അവരുടെ സംഘവും ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട്. മിഹിർ മീഡിയയോടൊപ്പം ചെയ്യുന്നുണ്ട്. Hi, Mihir. Hi, good to meet you. You are the first person. Your company is the first person who is introduced artificial intelligence in KSRTC. That's right. How is it working it here with merging with the Chalo app also? So actually, we are the first company to introduce artificial intelligence in transportation anywhere in India, and Kerala is the first state to adopt it.
What our system basically does is it works towards understanding intelligently what future events might be. So, for example, how bunching predictions might work. So, we can tell you tomorrow what a bus may expect to bunch at and how to address that even before it happens. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനോടൊപ്പം RB സനൂപ്, മീഡിയ 1.